ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്ബിറ്റ് പ്രോജക്ട്സിൻ്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഓർഡിനോ സ്ട്രിങ്ങുകളെ പറ്റിയായിരുന്നു. എന്താണ് ഓർഡിനോ സ്ട്രിങ്, അവ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ ടൈപ്പ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഡേറ്റ ടൈപ്പായിട്ടും ഓർഡിനോ സ്ട്രിങ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതിനോടൊപ്പം നമ്മൾ പഠിച്ച മറ്റൊരു ടോപ്പിക്കാണ് സ്ട്രിങ് മാനിപ്പുലേഷൻ. എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൻ്റെ ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലെത്തി ചെറിയ മാനിപ്പുലേഷൻസ്, ചെറിയ ചേഞ്ചസ് കൊണ്ടുവരിക, ഇതെല്ലാം നമ്മൾ ഒരു മാനുവൽ മെത്തേഡിൽ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിരുന്നു. ഈ വീഡിയോയിലൂടെ ഈ സ്ട്രിങ് മാനിപ്പുലേഷനെ കുറച്ചുകൂടി ഈസിയർ ആക്കാനുള്ള കുറച്ച് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് സി ലൈബ്രറി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫംഗ്ഷൻസ് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ടെക്ബിറ്റ് പ്രോജക്ട്സ് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ട്രിങ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിങ്ങിൻ്റെ പാരാൻതീസിനുള്ളിൽ നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുന്ന നമ്മുടെ സ്ട്രിങ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റയായ സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്യാർ അറ്റ്. ക്യാർ അറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാനും അതിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാർ അറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കമ്പയർ ടു. കമ്പയർ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പയർ ടു എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ, അതർവൈസ് ഇത് രണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ എടുത്ത് ചെക്ക് ചെയ്യും. എങ്ങനെയാണ്? ഓരോ ക്യാരക്ടറിൻ്റെയും കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഇത് രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷനാണ് കൺകാറ്റ്. കൺകാറ്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ സ്ട്രിങ്ങിനോട് മറ്റൊരു പാരാമീറ്റർ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ മറ്റൊരു സ്ട്രിങ്ങിനെ കൂട്ടിച്ചേർത്ത് വയ്ക്കുക. ഇതിനാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുക. ഇതിന് വേണ്ടിയിട്ടാണ്, കൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ് കൺകാറ്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രിങ് ഫംഗ്ഷനാണ് C_str. ഇത് നമ്മുടെ സ്ട്രിങ്ങിനെ സി സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നൾ ടെർമിനേറ്റഡ് സ്ട്രിങ് ആയിട്ട് നമ്മുടെ സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന ആക്സസ് ഡയറക്റ്റ് ടു ഇൻറ്റേർണൽ സ്ട്രിങ് ബഫറിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ സ്ട്രിങ് ബഫറിൽ പോയിട്ട് സ്ട്രിങ് ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം C_str എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രീവിയസ്ലി ഏതെങ്കിലും പോയിന്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയി പോവുകയും അല്ലെങ്കിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റാതായി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ C_str എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ അൺസേഫ് ആണ്. യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷനാണ് എൻഡ്സ് വിത്ത്. എൻഡ്സ് വിത്ത് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ഫംഗ്ഷനാണ്. അതായത് നമ്മുടെ സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ചേർന്നാണോ അല്ലെങ്കിൽ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് രണ്ട് സ്ട്രിങ് ഇപ്പോൾ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ ഓരോ സ്ട്രിങ്ങിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് എൻഡ്സ് വിത്ത് എന്ന് പറഞ്ഞ സ്ട്രിങ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഈക്വൽസ്. ഈക്വൽസ് നമുക്ക് ആ വേർഡ്സിൽ നിന്ന് തന്നെ അറിയാം. എന്താണ്? രണ്ട് സ്ട്രിങ്ങിൻ്റെ ഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ഇത് ഒരു കേസ് സെൻസിറ്റീവ് ഫംഗ്ഷനാണ്. അതായത് സ്മോൾ ലെറ്ററിൽ ഹലോ എന്ന് എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ ഹലോ എന്ന് എഴുതിയാലും ഡിഫറെൻ്റ് ആണ്, സെയിം അല്ല. നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഈക്വൽസ് ഇഗ്നോർ കേസ്. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈക്വൽസ് ഇഗ്നോർ കേസ്. രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഇഗ്നോർ കേസ്, അതായത് കേസ് സെൻസിറ്റീവ് അല്ല. ഹെലോ എന്ന് സ്മോൾ ലെറ്റർ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലും സെയിം ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഗെറ്റ് ബൈറ്റ്സ്. ഗെറ്റ് ബൈറ്റ്സ് എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സപ്ലൈഡ് ബഫറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അല്ലെങ്കിൽ കോപ്പി ചെയ്ത ഒരു സ്ട്രിങ്ങിൻ്റെ കോപ്പി എടുത്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഗെറ്റ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻഡെക്സ് ഓഫ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ അത് നമ്മുടെ സ്ട്രിങ്ങിൽ നിന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രിങ്ങിനെ മാത്രമായിട്ട് കണ്ടുപിടിക്കുക, ലൊക്കേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടിൽ നിന്ന് വേണേൽ തുടങ്ങാം. അതായത് ഫ്രം ബിഗിനിങ് നമുക്ക് സെർച്ച് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡെക്സ് വാല്യൂവിൽ നിന്ന് ഫോർവേഡ് ഇതിനെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻഡെക്സ് ഓഫ്. നെക്സ്റ്റ് വൺ ആണ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്. ലാസ്റ്റ് ഇൻഡെക്സ് ഓഫും
ഇതേപോലെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഡെക്സ് വാല്യൂയിൽ നിന്ന് ഫോർവേഡും ബാക്ക്വേഡും ഇതിന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻഡെക്സ് ഓഫിൽ നിന്ന് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടർ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. നെക്സ്റ്റ് വൺ ആണ് റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, അങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് റീപ്ലേസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്ട്രിങ്ങിനെ സ്ട്രിങ്ങിൽ നിന്ന് റീപ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്ലേസ് എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ റിസർവ് ഒരു ബഫർ മെമ്മറി ലൊക്കേഷനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്ട്രിങ് മാനിപ്പുലേഷൻ ടൈമിൽ ബഫർ മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് സെറ്റ് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രിങ് ലെങ്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. സ്റ്റാർട്ട് വിത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എൻഡ് വിത്ത് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിന് സെയിം തന്നെയാണ് സ്റ്റാർട്ട് വിത്ത്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റൊരു സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടറിലാണോ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് വിത്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ടു ക്യാർ അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഗെറ്റ് ബൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെയിം ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടു ക്യാർ അറേ എന്ന് പറയുന്നത്, അതായത് സപ്ലൈഡ് ബഫറിലേക്ക് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കും. ദെൻ സബ്സ്ട്രിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ സബ്സ്ട്രിങ്ങിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സ് വാല്യൂയിലുള്ള സബ്സ്ട്രിങ്സിനെ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, അതായത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് അഡ്രസ്സ് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ എൻഡിങ് ഇൻഡെക്സ് അഡ്രസ്സ് നമ്മൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ എൻഡ് വരെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ദെൻ ടു ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രിങ്ങിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വാലിഡ് സ്ട്രിങ്ങിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടു ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇതിന് കുറച്ച് കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. നോൺ ഇൻറ്റിജർ നമ്പർ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫംഗ്ഷൻ പെർഫോമൻസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ടു ഇൻറ്റ് പോലെ തന്നെ നെക്സ്റ്റ് ഒരെണ്ണമാണ് ടു ഫ്ലോട്ട്. അതായത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രിങ്ങിനെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിൽ 2-3 എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം. 123.45, 123 ഫിഷ്, ഇങ്ങനെ 3 സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. 123.45 അത് ഫ്ലോട്ടിംഗ് പോയിൻറ്റിലേക്ക് മാറ്റി, 123 എന്നുള്ളത് 123.00 അങ്ങനെയാക്കി മാറ്റി. ദെൻ 123 ഫിഷ് എന്ന് കിടക്കുന്നത് എങ്ങനെയായി മാറി? ആ ഫിഷ് എന്ന് കിടക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ അല്ല, അതുകൊണ്ട് അതിനെ 123.00 എന്ന് മാത്രമാക്കി മാറ്റി. അങ്ങനെയാണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ടു ലോവർ കേസ്, ഇത് നമുക്ക് തിരിച്ചൊന്നും തരുന്ന അല്ലെങ്കിൽ റിട്ടേൺ ഒന്നും തരുന്ന ഒരു ഫംഗ്ഷൻ അല്ല. അതേ ഫംഗ്ഷനെ തന്നെ അവിടെ തന്നെ വെച്ച് അതിൻ്റെ ഒരു ലോവർ കേസ് വേർഷൻ നമുക്ക് തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടു ലോവർ കേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ ടു അപ്പർ കേസും ഉണ്ട്. ഇതും നമുക്ക് തിരിച്ചൊന്നും തരുന്നതല്ല, അതേ പൊസിഷനിൽ തന്നെ വെച്ച് നമ്മുടെ സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഒരു അപ്പർ കേസ് വേർഷൻ ഓഫ് സ്ട്രിങ് നമുക്ക് അവിടെ കിട്ടും. ദെൻ ട്രിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ട്രിം ചെയ്യുന്നതിനാണ്. അതായത് സ്ട്രിങ്ങിന് മുന്നെയോ അത് കഴിഞ്ഞിട്ടോ നമ്മൾ ആവശ്യമില്ലാതെ ഏതെങ്കിലും വൈറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്ട്രിങ്ങിനെ മാത്രമായിട്ട് തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ചധികം സ്ട്രിങ് ഫംഗ്ഷൻസിനെ പരിചയപ്പെട്ടു. നമുക്കിനി അതിൽ കുറച്ച് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു പ്രോഗ്രാം എഴുതാം. വോയിഡ് സെറ്റപ്പിൽ എൻ്റെ ഒരു സ്ട്രിങ് ദിസ് ഈസ് മൈ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങിനെ നമ്മൾ ഒരു ക്യാരക്ടർ അറേയിലേക്ക് str എന്ന് പേരിട്ടുള്ള ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഒരു 40 സൈസുള്ള മറ്റൊരു സ്ട്രിങ്ങും അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടർ അറേയും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ദെൻ ഒരു ഇൻറ്റിജർ നമ്പർ, ജനറൽ പർപ്പസിനായിട്ട് ഒരു ഇൻറ്റിജർ നമ്പർ ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തു. സീരിയൽ മോണിറ്റർ ഓൺ ചെയ്തു. ദെൻ നമ്മുടെ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ദിസ് ഈസ് മൈ സ്ട്രിങ് എന്നുള്ളതാണ്. അത് നമുക്കൊന്ന് സീരിയൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യിക്കാം.
strlen അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു? നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള, നമ്മുടെ ടോട്ടൽ സ്ട്രിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് strlen ഓഫ് str. നമ്മളിപ്പോൾ കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സിൻ്റെ ടോട്ടൽ കൗണ്ട് ഒരു ഇൻറ്റിജർ നമ്പർ ആയിട്ടായിരിക്കും. അതാണ് നമ്മിൽ ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാം. ദെൻ നം ഈക്വൽ ടു സൈസ് ഓഫ് str. ഈ സൈസ് ഓഫ് എന്നുള്ളത് കാണുമ്പോൾ മേ ബി അതൊരു ഫംഗ്ഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ അതൊരു ഫംഗ്ഷൻ അല്ല. സൈസ് ഓഫ് എന്നത് ചെറിയൊരു ഓപ്പറേറ്റർ മാത്രമാണ്. അത് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ നൾ ക്യാരക്ടർ ഉൾപ്പെടെയുള്ള ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. അതായത് അറേയുടെ സൈസ് എന്ന് വേണേൽ പറയാം. ടോട്ടൽ നമ്മുടെ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേയുടെ സൈസാണ് സൈസ് ഓഫ് str എന്ന് പറയുമ്പോൾ നമുക്കവിടെ കിട്ടുന്നത്. അറേയുടെ ലെങ്ത് ആയിരിക്കും. ദെൻ അത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. സൈസ് ഓഫ് അറേ ഈക്വൽ ടു എന്നുള്ള രീതിയിൽ പ്രിൻ്റ് ചെയ്യിക്കാം. ദെൻ strcpy എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഔട്ട് അണ്ടർസ്കോർ str str. അപ്പോൾ str-ലുള്ള ദിസ് ഈസ് മൈ സ്ട്രിങ് എന്നുള്ളത് നമുക്ക് ഔട്ട് അണ്ടർസ്കോർ str എന്ന് പറഞ്ഞ് മറ്റൊരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കോപ്പി ചെയ്ത് വെച്ചു. ദെൻ അത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. ദെൻ strcat എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൺകാറ്റിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ strcat ഔട്ട് അണ്ടർസ്കോർ str sketch. നമുക്ക് ദിസ് ഈസ് മൈ സ്ട്രിങ് എന്നുള്ളതിൻ്റെ കൂടെ സ്കെച്ച് എന്ന് പറഞ്ഞ് ഒരു അഡീഷണൽ സ്ട്രിങ് കൂടി നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അപ്പെൻഡ് ചെയ്ത് വെച്ചു അല്ലേ? ദെൻ അത് നമുക്ക് ഒന്നിച്ച് പ്രിൻ്റ് ചെയ്യിക്കണം. serial.println ഔട്ട് അണ്ടർസ്കോർ str. അപ്പോൾ ഇപ്പോൾ എന്തായിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്? ദിസ് ഈസ് മൈ സ്ട്രിങ് സ്കെച്ച് എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് നമുക്കവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ദെൻ നം ഈക്വൽ ടു സ്ട്രിങ് ലെങ്ത് ഓഫ് ഔട്ട് str. ഇപ്പോൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ആ സ്ട്രിങ്ങിൻ്റെ ആ സെൻറ്റൻസിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് strlen യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് നമുക്ക് ലെങ്ത് ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കാം. ദെൻ അത് യൂസ് ചെയ്തിരിക്കുന്ന അറേയുടെ സൈസും നമുക്കവിടെ പ്രിൻ്റ് ചെയ്യാം. അത്രയാണ് നമ്മുടെ ടോട്ടൽ പ്രോഗ്രാം. ഇത് നമുക്ക് ഓർഡിനോയിൽ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഓർഡിനോ ഐഡി സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ന്യൂ ഫയൽ കൊടുത്തു. നമുക്കിവിടെ നമ്മുടെ കോഡൊന്ന് പേസ്റ്റ് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. ദെൻ കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പൈലിംഗ് ഡൺ ആണ്. നമുക്ക് ബോർഡ് കണക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. പ്രോഗ്രാം അപ്ലോഡിംഗ് ആണ്, ഡൺ അപ്ലോഡിംഗ്. ഇനി നമുക്ക് നമ്മുടെ സീരിയൽ മോണിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ദിസ് ഈസ് മൈ സ്ട്രിങ് എന്നുള്ള ഫസ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്തു. അതിൻ്റെ ലെങ്ത് ആണ് 17. അതായത് ഈ വൈറ്റ് സ്പേസ് ഉൾപ്പെടെ അത് കൗണ്ട് ചെയ്യും. വൈറ്റ് സ്പേസ് ഉൾപ്പെടെ കൗണ്ട് ചെയ്ത് 17 ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്. സൈസ് ഓഫ് ദി അറേ എന്ന് പറയുന്നത് നൾ ക്യാരക്ടർ ഉൾപ്പെടെ, നൾ ബിറ്റ് ഉൾപ്പെടെ 18 ബിറ്റാണ് ആ അറേയുടെ സൈസ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ എവിടെ സേവ് ചെയ്തിരിക്കുന്നതാണ്? ഔട്ട് അണ്ടർസ്കോർ str എന്ന് പറഞ്ഞ ആ സ്ട്രിങ്ങിൽ 40 ക്യാരക്ടേഴ്സ് കൊള്ളുന്ന ആ സ്ട്രിങ്ങിനുള്ളിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചതാണ് ദിസ് ഈസ് മൈ സ്ട്രിങ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ദിസ് ഈസ് മൈ സ്ട്രിങ് സ്കെച്ച് നമ്മൾ കൺകാറ്റനേറ്റ് ചെയ്യിച്ചിട്ട് പ്രിന്റ് ചെയ്തതാണ്. അതിൻ്റെ ലെങ്ത് ആണ് 25. ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു സ്കെച്ചിൻ്റെ ഇതുകൂടി ആഡ് ചെയ്തു. അപ്പോൾ 25 ലെങ്ത് വന്നു. ദെൻ ആ സേവ് ചെയ്തിരിക്കുന്ന അറേയുടെ സൈസ് ഓഫ് ദി അറേ ഔട്ട് അണ്ടർസ്കോർ സ്ട്രിങ് എന്ന് പറയുന്നത് 40 ആണ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അറേ ബൗണ്ട്സ്. നമ്മൾ അറേ ആയാലും സ്ട്രിങ് ആയാലും ക്യാരക്ടർ അറേ ആയാലും എല്ലാം എടുത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എല്ലാത്തിൻ്റെയും സൈസ്. നമ്മൾ യൂസ് ചെയ്യുന്ന അറേയുടെ സൈസ്, സേവ് ചെയ്യാൻ പോകുന്ന സ്ട്രിങ്ങിൻ്റെ സൈസ്, ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ജസ്റ്റ് പ്രീവിയസ് കണ്ട പ്രോഗ്രാമിൽ നമ്മൾ 40 ക്യാരക്ടേഴ്സ് ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ഔട്ട്പുട്ട് കാണുന്നതിനായിട്ട് അല്ലെങ്കിൽ സ്ട്രിങ് മാനിപ്പുലേഷന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഇതിലും കൂടിയ ഒരു സ്ട്രിങ് ആണ് ഞാൻ അതിൽ സേവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ സേവ് ആകും അല്ലെങ്കിൽ കോപ്പി ആകും. എങ്ങോട്ടായിരിക്കും? ഈ 40 ക്യാരക്ടേഴ്സിന് പുറത്തുള്ള ഡേറ്റ മെമ്മറിയിലേക്ക് സേവ് ചെയ്യപ്പെടും അല്ലേ? ഇങ്ങനെ സേവ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് ചിലപ്പോൾ ഈ 40 ക്യാരക്ടേഴ്സിന് പുറത്ത് നമ്മുടെ സ്കെച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഡേറ്റകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സേവ് ചെയ്തപ്പെട്ടേക്കാം. അപ്പോൾ ഓവർ റൈറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ഡേറ്റ
അവിടെ പോയി ഓവർ റൈറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഓവർ റൈറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്കെച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ നഷ്ടമാവുകയും അത് ക്രാഷ് ആവുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ബിഹേവിയർ പ്രോഗ്രാമിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, അറേ ബൗണ്ട്സ്. വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.